കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നവർ അനുഗ്രഹീതർ. അവൻ്റെ അധ്വാനത്തിൽ അവൻ വിശ്രമിക്കും. അവൻ്റെ പ്രവൃത്തികളിൽ അവൻ സന്തോഷിക്കും. മിശിഹായിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, നമുക്കേവർക്കും പ്രിയങ്കരനായ ജെയിംസ് അച്ഛൻ നിത്യതയിലേക്ക് കടന്നു പോകുകയാണ്. നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കേണ്ട സമയമാണിത്. പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, കർത്താവിൽ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ സങ്കടപ്പെടുന്നത് പോലെയല്ല, നിത്യത പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടാകണം. നമ്മുടെ കർത്താവ് മരിച്ചു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതുപോലെ കർത്താവിൽ നാം ഓരോരുത്തരും മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്യും. ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിൽ മരിച്ചവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ നാം പങ്കുകാരാകും എന്ന അപ്പസ്തോലൻ്റെ വാക്കുകൾ, അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനുകയും ചെയ്യുകയും ചെയ്തവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന ഈശോയുടെ വാക്കുകൾ നമ്മെ ആശ്വസിപ്പിക്കേണ്ട സമയമാണിത്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് ജെയിംസ് അച്ഛൻ്റെ നിത്യതയിലേക്കുള്ള വളരെ നേരത്തെ ഉള്ള യാത്ര. സെമിനാരിയിൽ പ്രവേശിച്ച കാലഘട്ടം മുതൽ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ സാധിച്ചു എന്നുള്ളത് സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. മേൽപ്പെട്ട ശുശ്രൂഷ രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ ജെയിംസ് അച്ഛൻ്റെ അസാന്നിധ്യം വളരെയധികം സങ്കടവും വേദനയും നൽകുന്നതാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കാൻ, അത് പൂർണ്ണമായി ആശ്രയിക്കാൻ ധൈര്യപ്പെടുത്തുന്ന നിമിഷങ്ങളാണ്. നിത്യമായി അവിടുന്ന് നമ്മോട് പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ യാത്ര പറയുമ്പോൾ, ജെയിംസ് അച്ഛനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയ അനുഗ്രഹങ്ങളും കൃപകളെ ഓർത്ത് നന്ദി പറയാം, കൃതജ്ഞതയോടുകൂടി ആയിരിക്കാം. ശുശ്രൂഷകളിൽ എപ്പോഴും സ്നേഹത്തോടുകൂടി ആയിരുന്നത് കൊണ്ട് പ്രിയപ്പെട്ട ജെയിംസ് അച്ഛനെ സുവിശേഷത്തിൽ സൂചിപ്പിച്ചതുപോലെ താലന്തുകൾ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ച ദാസനെ പോലെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ഒരു പുരോഹിതൻ്റെ മരണം എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ അമൂല്യമുള്ളതാണെന്ന് സങ്കീർത്തകന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. അക്ഷരാർത്ഥത്തിൽ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ്റെ മരണം അമൂല്യമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയാണ്. പൗരോഹിത്യം സ്വീകരിച്ച ആ ഒരു നിമിഷം ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന് മരിച്ച വ്യക്തിയാണ് ജെയിംസ് അച്ഛൻ. ഒരു പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹം ഈ ലോകത്തിന് മരിച്ചു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ, ഇതാ ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന അപ്പസ്തോലൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകുകയാണ്. അതുകൊണ്ടിത് ജെയിംസ് അച്ഛൻ്റെ ഭൗതികമായ ലോകത്തിനുള്ള മരണം മാത്രമേ ഉള്ളൂ. നിത്യതയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര പൗരോഹിത്യത്തിൽ പൂർണ്ണമായി ദൈവത്തിന് തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചപ്പോൾ ആരംഭിച്ചതാണ്. ഇവിടെ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നില്ല. ഓരോ പുരോഹിതനും അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ ശുശ്രൂഷയ്ക്കായിട്ട് നീ എന്നെ നിയോഗിക്കുക വഴി എന്നെ വിശ്വസ്തനായിട്ട് കണക്കാക്കിയല്ലോ എന്ന അപ്പസ്തോലൻ്റെ ആത്മാഭിമാന ബോധത്തോടു കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛനും നിത്യതയിലേക്ക് കടന്നു പോകുക. നമുക്ക് അതീവ ദുഃഖമാണ് വ്യക്തിപരമായി നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ജെയിംസ് അച്ഛനെ അടുത്ത് പരിചയം ഉള്ളവർ എല്ലാവരും. പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതിയും സ്നേഹത്തോടും പൂർണ്ണമായി ചേരാൻ നമ്മെ നിർബന്ധിക്കുകയാണ്. മനുഷ്യ, നിനക്ക് ദൈവത്തോട് വാഗ്വാദം ചെയ്യാൻ എങ്ങനെ സാധിക്കും? ഏതെങ്കിലും പാത്രം കുശവനോട് ചോദിക്കുമോ, നീ എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ മെനഞ്ഞു എന്ന്?
ദൈവത്തിൻ്റെ നിന്റെ വഴികൾ എത്ര അജ്ഞേയങ്ങൾ, എത്ര നിഗൂഢങ്ങൾ നിന്റെ മനസ്സറിഞ്ഞവർ ആരുണ്ട്. ശ്രേഷ്ഠമായ ശുശ്രൂഷകളായിരുന്നു തൻ്റെ 33 വർഷത്തെ പൗരോഹിത ജീവിതത്തിൽ താമരശ്ശേരി രൂപതയ്ക്കും സഭയ്ക്കും വേണ്ടി അദ്ദേഹം നിർവഹിച്ച് പൂർത്തിയാക്കിയത് എന്ന് നമുക്കറിയാം. 2 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം രോഗിയായ അവസരത്തിൽ അദ്ദേഹം ഈ രോഗത്തെ വളരെ ദൈവാനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെ സ്വീകരിക്കുവാനും സമർപ്പിക്കുവാനും സാധിച്ചു. വിശുദ്ധ ജീവിതം നയിച്ച വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളിലാണ് നാം പങ്കെടുക്കുന്നതെന്ന് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് പറയാൻ സാധിക്കും. അച്ഛൻ നമുക്ക് നൽകിയ വലിയൊരു മാതൃക, പ്രിയപ്പെട്ട ജെയിംസ് അച്ഛനെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്കച്ഛനോട് മാധ്യസ്ഥ്യം അപേക്ഷിക്കേണ്ട നിമിഷങ്ങളാണുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവർ ദൈവത്തിൻ്റെ സ്വരവും സ്വന്തമാക്കും. ദൈവത്തിൻ്റെ സ്വരം നിശബ്ദതയാണ്. പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ തൻ്റെ ജീവിതത്തിൽ മുഴുവനും കർത്താവിൻ്റെ നിശബ്ദത, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിലത്തേക്ക് കുനിഞ്ഞ് കൈ വിരലുകൊണ്ട് എഴുതുന്ന നിശബ്ദത, ആ ഒരു നിശബ്ദത ദൈവത്തിൻ്റെ ഭാഷ സ്വന്തമാക്കിയ വിശുദ്ധനായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ. എത്രയോ ഭാഗ്യമുള്ളതാണ്. വാമറ്റം കുടുംബത്തോടുള്ള കൃതജ്ഞത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. കുടുംബത്തിന് അഭിമാനിക്കാം. വിശുദ്ധനായ ഒരു വൈദികനെ സഭയ്ക്ക് നൽകി, താമരശ്ശേരി രൂപതയ്ക്ക് നൽകി. താൻ ശുശ്രൂഷ ചെയ്ത ഇടവകളിലെല്ലാം ശ്രേഷ്ഠമായ ശുശ്രൂഷകളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ സൂചിപ്പിച്ചതുപോലെ താലന്തുകൾ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. ഓരോ ഇടവകയിലും ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞ് അതിൻ്റെ സമാപനത്തിൽ യാത്ര പറയുമ്പോൾ അദ്ദേഹത്തിന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിച്ചിട്ടുണ്ട്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഞാനിത് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. കൊള്ളാം. വിശ്വസ്തനും ദൈവത്തിൻ്റെ സ്നേഹിതനുമായ ദാസ, ചെറിയ കാര്യങ്ങൾ നീ വിശ്വസ്തനായിരുന്നതുകൊണ്ട് വലിയ കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. ഓരോ ശുശ്രൂഷയിലും സമാപിക്കുമ്പോൾ കൂടുതൽ ശ്രേഷ്ഠമായ താലന്തുകളാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്ന ഇടവകളിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ശത്രുക്കളില്ല എന്നുള്ളത് നമ്മെ എന്നും അത്ഭുതപ്പെടുത്തും. എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് നന്മ മാത്രമേ പറയൂ. വലിയൊരു പ്രഭാഷണത്തിലൂടെ ആളുകളെ ആന്തരിക നവീകരണത്തിലേക്ക് ഒരുപക്ഷെ അദ്ദേഹം കൂടുതലായിട്ട് നയിച്ചിട്ടുണ്ടാകുകയില്ല. വലിയ നിർമ്മാണ പ്രവർത്തികളിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാകുകയില്ല. എന്നാൽ സ്വർഗത്തിൽ ആത്മാക്കളെ രക്ഷിച്ചുകൊണ്ട്, ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധമായ മാതൃക നയിച്ചുകൊണ്ട്, വിശുദ്ധിയുടെ മാതൃക നൽകിക്കൊണ്ട് വലിയ ഭവനങ്ങൾ അദ്ദേഹത്തിന് പണിയാൻ സാധിച്ചു എന്ന് നമുക്കറിയാം. ഏതൊരു ഇടവകയിലും ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രവർത്തന മേഖലകളിൽ ഏതെങ്കിലും ആകട്ടെ ധാരാളം വിമർശകരുണ്ടാകും. പക്ഷെ അദ്ദേഹത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വലിയ അടയാളം അദ്ദേഹത്തിന് വിമർശനങ്ങളെ ഒന്നും തന്നെ ഭയമില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം പൗരോഹിത്യം സ്വീകരിക്കുന്ന അവസരത്തിൽ മേൽപ്പട്ടക്കാരൻ്റെ പ്രാർത്ഥനകൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കി സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രം, ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമം. സുവിശേഷത്തിലെ ഈശോയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കേന്ദ്രം. ഒരിക്കലും ഭയപ്പെടാത്ത, പിതാവായ ദൈവത്തിൽ ആശ്രയിക്കുന്ന യേശുവിൻ്റെ ഉത്തമ മാതൃക അച്ഛനിൽ കാണാൻ സാധിക്കും. ഏത് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എവിടെ കടന്നു വന്നാലും അതിനു മുൻപിലൊന്നും പതറാതെ മുന്നോട്ട് പോകണമെങ്കിൽ യെശയ്യായുടെ പ്രവചനം 50-ാം അധ്യായത്തിൽ 4 മുതലുള്ള വാക്യങ്ങൾ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. കർത്താവിൻ്റെ വലതുഭാഗത്തുള്ളതിനാൽ ഞാൻ പതറിയതേയില്ല. ആഴമായ ദൈവാനുഭവമായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. രൂപതാധ്യക്ഷൻ എന്ത് നിർദ്ദേശം നൽകുന്നോ അക്ഷരാർത്ഥത്തിൽ അത് പ്രാവർത്തികമാക്കുക. മറിച്ചൊരു ചിന്ത അച്ഛനുണ്ടായിരുന്നില്ല എന്ന് വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ടായിരുന്ന എനിക്ക് അറിയുവാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ചിറ്റിൽപ്പള്ളി പിതാവിൻ്റെ കാലത്തും
തുടർന്ന് മേൽപ്പെട്ട ശുശ്രൂഷയുടെ മറ്റ് അവസരങ്ങളിലെല്ലാം തന്നെ അടുത്തറിയുന്നു. രൂപതാധ്യക്ഷൻ എന്ത് നിർദ്ദേശം നൽകുന്നോ അത് അക്ഷരാർത്ഥത്തിൽ എല്ലാമൊന്നും സ്വീകരിക്കുകയും ഇഷ്ടപ്പെടാൻ സാധിക്കുന്നതല്ല. സിനഡ് എന്ത് നിർദ്ദേശങ്ങൾ നൽകുന്നോ അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുക. സഭയോടുള്ള ആഴമായ സ്നേഹം ഹൃദയത്തിലുള്ള വ്യക്തികൾക്ക്, വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് അക്ഷരാർത്ഥത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. ചോദ്യങ്ങൾ നിരവധി മുന്നിലേക്ക് വരുമ്പോഴും പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി ആവസിക്കും, ദൈവമാണ് ഇതിനിൽ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന ഉത്തമമായ ബോധ്യം പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ ഉണ്ടായിരുന്നു. പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദേവാലയ നിർമ്മാണത്തിൻ്റെ അവസരത്തിൽ ഇടവക അംഗങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ആ ദേവാലയ നിർമ്മാണം ആവശ്യമാണെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തോന്നുകയാണ്. അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ, ഒരു സാധ്യതയുണ്ട്, അതിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അപ്പം അദ്ദേഹം നൽകിയ മറുപടി ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ആദരവോടുകൂടെ ആ നിമിഷം തന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ സ്വീകരിക്കാൻ എന്നെ ഒരിക്കൽ കൂടി ശക്തിപ്പെട്ടു. പിതാവിലൂടെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. പിതാവ് പറഞ്ഞാൽ ഞാനത് ചെയ്യാം. തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രാരംഭ പ്രവൃത്തികൾ ധീരതയോടുകൂടി നിർവഹിക്കുകയും ചെയ്തു. വലിയ എതിർപ്പുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മുമ്പിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ധീരതയോടുകൂടെ നിന്നു. കർത്താവിൻ്റെ വലതുവശത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങിയതേയില്ല എന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ അച്ഛൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും കുരിശുകളെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നതിലും ഞാനല്ല ക്രിസ്തുവിനിൽ പ്രവർത്തിക്കുന്നു എന്ന ഉത്തമ ബോധ്യവും അച്ഛനെ എപ്പോഴും ശക്തിപ്പെടുത്തിയിരുന്നു. രൂപതയിലെ ആലോചനാ സമിതി അംഗമാക്കണമെന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകളും കുറവുകളും വരുമ്പോൾ വളരെ രഹസ്യമായിട്ട് വ്യക്തിപരമായി അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറയും, പിതാവേ, അത് നമുക്ക് അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് ചെയ്താൽ നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുക. എത്ര ശ്രേഷ്ഠമായ ഒരു സമീപനമാണ് ഒരു രൂപതാധ്യക്ഷന് ഒരു ഉപദേശം നൽകുക ആത്മാവിൻ്റെ കൃപയാൽ. അങ്ങനെ സമീപിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ആലോചനാ സമിതിയിലേക്ക് ഉൾച്ചേർക്കാൻ എന്നെ നിർബന്ധിച്ചു. ആലോചനാ സമിതി അംഗമെന്ന നിലയിലാണ് അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയാകുക. അഭിമാനമല്ലേ, സന്തോഷമല്ലേ? നമുക്ക് എന്തോ ഒരു വലിയ മാതൃകയാണ് പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ നൽകുക. മറ്റൊന്നുമില്ല, അദ്ദേഹം സഭയെ സ്നേഹിച്ചല്ലോ. തനിക്ക് നൽകിയ ആ താലന്തുകൾ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചില്ലേ? മൈനർ സെമിനാരിയിലെ ആത്മീയ പിതാവ് എന്ന നിലയിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ ചെയ്താണ് അദ്ദേഹം നമ്മോട് വിട പറയുക. നമുക്കെത്ര കൃതജ്ഞത അർപ്പിച്ചാലും മതിയാകുകയില്ല. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള വിശുദ്ധനായ ഒരു വ്യക്തി. അദ്ദേഹം എല്ലാ കാലത്തും ജീവിക്കും, ഒരിക്കലും മരിക്കുകയില്ല. സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം അദ്ദേഹം ഔദാശികമായ എല്ലാ ശുശ്രൂഷകളിലൂടെയും മാമോദീസ സ്വീകരിച്ചവർ, വിവാഹത്തിലൂടെ സഭയിൽ അവരുടെ കുടുംബങ്ങൾക്ക് രൂപം നൽകിയ നിമിഷങ്ങൾ, രോഗീലേപനത്തിലൂടെ ആത്മാക്കളെ രക്ഷിച്ച അവസരങ്ങൾ, എല്ലാവരിലൂടെയും നിരവധി ഇടവകളിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഭാവത്തിൽ അദ്ദേഹം ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ജീവിക്കുന്നു. പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷകളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ ജീവിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, നിത്യതയുടെ കിരീടം അദ്ദേഹത്തിന് നൽകണമേ. വിശുദ്ധ ജീവിതമുള്ളവർ എപ്പോഴും ദൈവം നേരത്തെ വിളിക്കും. എപ്പോഴും ഞാൻ സങ്കടത്തോടെ ഓർത്തിട്ടുണ്ട്. അദ്ദേഹം രോഗിയായിരുന്നു. അവസരത്തിൽ അദ്ദേഹം പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. ഇനിയും എനിക്ക് തീഷ്ണതയോടുകൂടി ശുശ്രൂഷ ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പുതിയൊരു ഇടവക കൊടുത്തപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ രോഗം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതായിട്ട് ഡോക്ടർമാർ രേഖപ്പെടുത്തി. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി,
അത് പൂർണ്ണമായും നടപ്പിലാകുക എന്നുള്ളതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ 24-ാമത്തെ വയസ്സിൽ മരണം വളരെ അടുത്തെത്തി എന്ന് കരുതുമ്പോൾ തന്നെ സ്നേഹിച്ചിരുന്ന തൻ്റെ സഹോദരിമാർ അടുത്ത് നിന്ന് ഈ മരണത്തെ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി, ഈ ഭൂമിയിലാണെങ്കിൽ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമായിരുന്നു, ഞാൻ അത്രയധികം ഈശോയെ സ്നേഹിച്ചിരുന്നു, എന്നാൽ പിതാവായ ദൈവത്തിന് സ്വർഗത്തിൽ എന്നെക്കൊണ്ട് എന്തോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എന്നെ നേരത്തെ വിളിക്കുകയാണ്. ഞാൻ സ്വർഗത്തിലിരുന്ന് ഇനി പൂക്കൾ തന്നെ വർഷിക്കും, ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശുദ്ധയുടെ വാക്കുകൾ പാഴ്വാക്കുകളായി പോയില്ല എന്ന് നമുക്കറിയാം. വിശുദ്ധ സ്വർഗത്തിലിരുന്ന് ഇപ്പോഴും തീഷ്ണതയോടുകൂടി വൈദികർക്ക് വേണ്ടിയും പ്രേക്ഷിത രംഗത്തുള്ളവർക്ക് വേണ്ടിയും എത്ര ശക്തമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ ഈ 61-ാം വയസ്സിൽ വളരെ നേരത്തെ നമ്മുടെ കാഴ്ചപ്പാടിൽ സ്വർഗത്തിലേക്ക് പോയാൽ സ്വർഗത്തിൽ മാലാഖമാരുടെ ഒരഭാവം എവിടെയോ ഉണ്ടായിരുന്നു. അത് നികത്തുന്നതിന് വേണ്ടി ദൈവം വിളിച്ചുകൊണ്ടു പോവുകയാണ്. ഈശോ സ്വർഗത്തിലേക്ക് ചേർക്കുകയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. നമ്മുടെ പൗരോഹിത്യ കൂട്ടായ്മയ്ക്ക് വലിയ നേതൃത്വമായിരുന്നു അച്ഛൻ. തൻ്റെ വിശ്വാസ ജീവിതത്തിലൂടെ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നൽകിയത്. അദ്ദേഹത്തിൻ്റെ പകരം വെക്കാൻ അത്ര എളുപ്പത്തിൽ ഒരാൾക്ക് സാധിക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ, രൂപങ്ങൾ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛനിൽ തികഞ്ഞ് കാണാൻ സാധിക്കും. നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുക, സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മച്ചിയെയും സഹോദരങ്ങളെയും എങ്ങനെയാണ് നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുക? പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ നമുക്ക് കടമെടുക്കാം. കുരിശിൻ്റെ വഴിയിൽ 13-ാം സ്ഥലത്ത് നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങയുടെ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? പുണ്യമായി പിറന്ന ദൈവകുമാരനെ കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്താ വരെയുള്ള ഓരോ സംഭവങ്ങൾ അങ്ങയുടെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടങ്ങളെ ഓർത്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പറയാം, ജെയിംസ് അച്ഛൻ്റെ വളരെ നേരത്തെയുള്ള യാത്രയിൽ അമ്മേ, അങ്ങയുടെ തിരുക്കുമാരൻ 33-ാമത്തെ വയസ്സിൽ യാത്രയായപ്പോൾ അമ്മ അനുഭവിച്ച ആ സങ്കടങ്ങളെ ഓർത്ത് ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ജെയിംസ് അച്ഛനെ പോലെ വിശുദ്ധനായ ഒരു വൈദികനെ നമ്മുടെ പ്രസ്ബിറ്റേറിയത്തിന് നൽകിയതിന് രൂപതയുടെ വ്യത്യസ്തമായ ശുശ്രൂഷകളിൽ തീഷ്ണതയോടെ പ്രവർത്തിക്കാൻ കൂടെയായിരുന്നതിന് എല്ലാറ്റിനും നമുക്ക് കൃതജ്ഞത ദൈവത്തിന് നന്ദി പറയാം. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, നല്ല ഓട്ടമോടി, വിശ്വാസം കാത്തു എന്ന അപ്പസ്തോലൻ്റെ വാക്കുകൾ നമുക്ക് അച്ഛനും അതുപോലെ പറയുന്നുണ്ട്. അതുകൊണ്ട് നീതിയുടെ കിരീടം എനിക്ക് നൽകുക തന്നെ ചെയ്യും. സ്വർഗത്തിൻ്റെ കവാടത്തിലെത്തുമ്പോൾ നീതിയുടെ കിരീടം അച്ഛന് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നല്ലവണ്ണം അദ്ദേഹം യുദ്ധം ചെയ്തല്ലോ, നല്ല ഓട്ടമോടിയല്ലോ, അവസാന നിമിഷം വരെ വിശ്വാസം കാത്തു. പുഴ ശാന്തമായി കടലിലേക്ക് ചേരുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ കൂടെ നിൽക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. വളരെ ശാന്തമായി സ്വർഗത്തിലേക്ക് ചേരുന്നത്, താൻ എവിടെ ചേരണമെന്ന് ആഗ്രഹിച്ചോ ആ നദിയിലേക്ക്, നിത്യതയിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് അലിഞ്ഞലിഞ്ഞ് ചേരുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. വിശുദ്ധിയുടെ ഈ ജീവിതം ഇനി നമുക്കെല്ലാവർക്കും മാതൃകയാകട്ടെ, പ്രചോദനമാകട്ടെ, ശക്തിയാകട്ടെ. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, അമ്മച്ചിക്കും കുടുംബാംഗങ്ങളെയും മാലാഖ ആശ്വസിപ്പിക്കട്ടെ. ഒരമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്ന പ്രവാചകൻ്റെ വാക്കുകൾ നമ്മുടെ സമീപത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. ഒരമ്മയെപ്പോലെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഏറെ പ്രത്യേകമായി കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ.
നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അത് നമ്മുടെ കടമയാണല്ലോ. ഈ ബലിയിലും തുടർന്നുള്ള പ്രാർത്ഥനകളിലും അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.